ഓം ശ്രീ സായി ഭഗവതേ നമഃ. ഓം ശ്രീ സായിനാഥായ നമഃ. ബാബ ഭക്തന്മാർക്ക് കൊടുത്ത ജോലികൾ. വിവിധ ഭക്തന്മാർക്ക് പലവിധ പ്രവൃത്തികൾ കൊടുക്കുന്നു. ചിലർക്ക് അമ്പലങ്ങൾ കെട്ടുന്ന ജോലി, മഠങ്ങൾ അല്ലെങ്കിൽ പുഴവക്കത്ത് പടിക്കെട്ടുകൾ ഇറങ്ങി കുളിക്കാൻ ഉതകുന്ന പടികൾ നിർമ്മിക്കുക. ചിലർക്ക് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുവാനുള്ള കഴിവുകൾ കൊടുക്കുക, ചിലരെ തീർത്ഥാടനത്തിനയക്കുക എന്നിങ്ങനെ പലവിധ പ്രവൃത്തികളിലേക്ക് നിയോഗിക്കുന്നു. പക്ഷേ എന്നെ സായി സച്ചരിതം എഴുതുന്ന ജോലിയാണ് ഏൽപ്പിച്ചത്. എല്ലാറ്റിലും കാൽ വെച്ച് ഒന്നിലും പ്രശസ്തി നേടാൻ സാധിക്കാത്ത എനിക്ക് എന്തിനാണ് ഈ പണി നൽകിയത്? ആർക്ക് സാധിക്കും സായിയുടെ പരമാർത്ഥ ചരിതം വിവരിക്കാൻ? സായി ബാബയുടെ ആശീസ്സുകളിലൂടെ മാത്രമാണ് ഇത്തരമൊരു കഠിന കാര്യം പൂർത്തിയാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ മഷിത്തൂവൽ എടുത്തയുടൻ ഞാൻ എന്ന അഹങ്കാരത്തെ എന്നിൽ നിന്നും അദ്ദേഹം ഇല്ലാതാക്കി. ആ കരുണാമൂർത്തി തന്നെ ബാബയുടെ ചരിത്രം എഴുതി. അതുകൊണ്ട് ഈ കഥകളെല്ലാം വിവരിക്കുന്ന പ്രശസ്തി സായിക്ക് മാത്രമേ ചേരുകയുള്ളൂ, തീർച്ചയായും എനിക്കല്ല. ഞാനൊരു ബ്രാഹ്മണനായി പിറന്നുവെങ്കിലും 2 കണ്ണുകളും ഇല്ലാത്തവനായി, അതായത് ശ്രുതിയും സ്മൃതിയും. അതുകാരണം സച്ചരിതം എഴുതുവാനുള്ള കഴിവുണ്ടായിരുന്നില്ല. പക്ഷേ ഭഗവത് കൃപയാൽ ഊമ സംസാരിക്കുന്നു, മുടന്തൻ വൻമല കടക്കുന്നു. ഭഗവാന് മാത്രമേ ഈ കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്യുവാൻ കഴിയൂ. പുല്ലാം കുഴലിനോ ഹാർമോണിയത്തിനോ അവകൾ എങ്ങനെ ശബ്ദമുണ്ടാക്കുന്നു എന്നറിയില്ല. ഇത് വായിക്കുന്നവരുടെ ചാതുര്യമാണ്. ചന്ദ്രകാന്ത രത്നത്തിന്റെ ശോഭ. സമുദ്രത്തിലെ തിരകളെല്ലാം രത്നത്താലോ സമുദ്രത്താലോ ഉണ്ടാവുന്നതല്ല, പക്ഷെ ചന്ദ്രോദയം കൊണ്ട് മാത്രമാണ്. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.